ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ ബൈറ്റ് ബൈ കല്ലു. ഒരു ചായ കുടിക്കാൻ വേണ്ടി നേരെ വയനാട്ടിലേക്ക്. ചായ കുടിച്ചുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിരിക്കാൻ നല്ല അടിപൊളി വൈബായിരുന്നു. ഉയരം കൂടുന്തോറും ചായൻ്റെ സ്വാദ് കൂടുന്ന ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചായ കുടിച്ചിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു വ്യക്തമായ പ്ലാൻ ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വയനാട്ടിൽ നിന്ന് ഞങ്ങൾ മാനന്തവാടി വഴി നേരെ കയറി തിരുനെല്ലിയിലേക്ക് വിട്ടു. ആനേനെ പ്രതീക്ഷിച്ച് പോയിട്ട് ആനയും ഇല്ല, ആനപ്പിണ്ടവും ഇല്ല, റോഡാകെ ശൂന്യം. അങ്ങനെ ഞങ്ങൾ തിരുനെല്ലി എത്തി. ഈ കാണുന്ന സ്റ്റെപ്പുകളിലെ കല്ലുകളെല്ലാം ഓരോരുത്തർ സമർപ്പിച്ചതാണ്. ഈ സമർപ്പിച്ചവരുടെ എല്ലാവരുടെ പേരും ആ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് പഞ്ചതീർത്ഥം കുളം. പഞ്ചതീർത്ഥം എന്നത് 5 തീർത്ഥങ്ങൾ ഒന്നിച്ച് ചേർന്നുള്ള ഇതാണെന്നാണ് ഐതിഹ്യം. ഇവിടെ നിന്നാണ് ഭഗവാൻ ശിവൻ ദക്ഷിണകാശിയായിട്ടുള്ള കൊട്ടിയൂരിലേക്ക് പോയത്. ഈ വഴിയിലൂടെയാണ് പാപനാശിനിലേക്ക് പോകുന്നത്. നമ്മൾ ബലികർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടെ വെച്ചായിരുന്നു. ഹായ്, നല്ല വൈബേ. അമ്പലത്തിന്റെ ഏരിയ ആണ്. അല്ല അതാടെ ഇവിടുന്ന് നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. ഇടയ്ക്ക് വെച്ച് വഴിയിൽ കണ്ട അതിമനോഹരമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. അതൊരു ബസ് സ്റ്റോപ്പിൻ്റെയും തിരുനെല്ലിയിലേക്കും മറ്റേ റോഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. രണ്ടിൻ്റെയും മനോഹരമായ റോഡായിരുന്നു. പിന്നെ കുറച്ച് എൻ്റെ വക ഒരു ഷോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല വിശപ്പുണ്ട്. ഞങ്ങളാണെങ്കിൽ വരുന്ന വഴിക്ക് ചുരത്തിൻ്റെ അവിടുന്ന് ഒരു ചായ കുടിച്ചതാണ്. എത്ര നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. കടക്കൊരു വെള്ളമൊക്കെ വാങ്ങി, പക്ഷെ അതൊന്നും ഈ വെയിലത്ത് എവിടെ എത്തുന്നില്ല. സമയം ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുമ്പോൾ 4 മണി കഴിഞ്ഞു. നല്ല വിശപ്പും. കുറേ നേരമായി ഞങ്ങൾ രണ്ടുപേരും കൂടി റോഡിൻ്റെ 2 സൈഡിലായിട്ട് നോക്കുന്ന കടകൾ എവിടെ. അവിടെ ഒന്നും ഒരു കടകൾ കാണാനില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ സൈഡിലൊരു തട്ടുകട കണ്ടു. അവിടെ നിന്നൊന്നും നോക്കില്ല. നല്ല ചൂട് ചായയും ഒരു പഴംപൊരിയും വാങ്ങി കഴിച്ചു. പിന്നെ പോണ വഴിക്ക് എവിടെയെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ അവിടെ നിർത്തി നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കാനുള്ളതിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചത്. ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് വേഗം ഞങ്ങൾ അടുത്ത ഫുഡ് സ്പോട്ടിലെത്തി. ബൈപ്പാസ് തട്ടുകട. ഇവിടെ നല്ല തിരക്കും അത്യാവശ്യം കഴിക്കാൻ വേണ്ട എല്ലാ ഫുഡും ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല. ഞങ്ങൾ 2 പൊറാട്ടയും ഒരു ബീഫ് ഫ്രൈയും അതേപോലെ തന്നെ ഞാനൊരു ചിക്കൻ മക്രോണിയും ഓർഡർ ചെയ്തു. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ ചുരം ഇറങ്ങി.